കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. നേതാക്കൾക്കെതിരെ തെളിവുകളുണ്ട്. MM വർഗീസ്, K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളാണ് വിചാരണ നേരിടേണ്ടത്. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതിൽ AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്, നിലവിൽ MLA ആണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളത്. വലിയ തിരിച്ചടിയാണ് CPMനെ സംബന്ധിച്ച്. എന്താണ് കോടതി വ്യക്തമാക്കിയത്? ടോമി, കേസുമായി ബന്ധപ്പെട്ട 83 പ്രതികളാണുള്ളത്. ഇതിൽ 55 പേർക്കെതിരെയുള്ള നടപടിയാണ് കോടതി വ്യക്തമാക്കിയത്. അതിൽ 28 പേർക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നുണ്ട്. തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ MP K രാധാകൃഷ്ണൻ, മുൻ മന്ത്രി AC മൊയ്തീൻ, അതുപോലെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി, CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവർ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർക്കെല്ലാം ഈ 28 പേർക്കും സമൻസ് കോടതി അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 4-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ PMLA കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 2021-ലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവും EDയും ഈ കേസ് അന്വേഷിക്കുക. CPM അടക്കം ഈ കേസിൽ പ്രതിയാണ്, പാർട്ടി അടക്കം ഈ കേസിൽ പ്രതിയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം പാർട്ടിക്ക് വാങ്ങിക്കൂട്ടിയ ആസ്തി, ഈ പ്രതി പട്ടികയിലുള്ളവർ സമ്പാദിച്ചു കൂട്ടിയ ആസ്തി തുടങ്ങിയവയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പലരുടെയും സ്വത്തുകൾ ED കണ്ടുകെട്ടുന്ന നീക്കങ്ങളിലേക്കൊക്കെ കടന്നിട്ടുമുള്ളതാണ്. അതുമാത്രമല്ല, ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞുള്ള രേഖകൾ കാട്ടി. അതുപോലെ ഒരേ ഈടിൽ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരിൽ പലരുടെയും വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ ലോണുകൾ നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇത്തരം വ്യാജ ലോണുകൾ നൽകിയതായി കണക്കിൽപ്പെടുത്തിയിരുന്നു. ഒരേ ഈടിൽ തന്നെ നിരവധി ലോണുകൾ അനുവദിച്ച സാഹചര്യം, അങ്ങനെ ബാങ്ക് ലോണുകളിൽ തന്നെ നിരവധി തട്ടിപ്പുകൾ നടത്തിയിരുന്നു. CPMന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ED അന്വേഷണത്തിൽ വന്നിരുന്നു. ED 2ാം ഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ 83 പ്രതികളാണ് ഈ കേസിൽ മുഴുവനുള്ളത്. അതിൽ 55 പേർക്കെതിരെയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ PMLA കോടതി വിശദീകരിച്ചത്. തുടർന്ന് ഇതിൽ ഈ ആദ്യത്തെ 28 പേർക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുണ്ട്. ജൂലൈ 4-ന് ഇവർ കോടതിയിൽ ഹാജരാകണമെന്നാണ് PMLA കോടതിയുടെ നിർദ്ദേശം. ടോം, യെസ്, സ്വാഭാവികമായും നമുക്കറിയാം ഇത് എങ്ങനെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ രീതിയിൽ CPMനെ പ്രതിരോധത്തിൽ നിർത്തിയൊരു കേസ് കൂടിയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രതിഫലിച്ചതാണ്. വലിയ തിരിച്ചടി CPMനുണ്ടായി. പ്രത്യേകിച്ചും സംഘടനാപരമായി വളരെ വലിയ അടിത്തറയുള്ള, CPMനെ സംബന്ധിച്ച് വളരെ അടിത്തറയുള്ള ജില്ലയാണ് തൃശ്ശൂർ. പക്ഷെ അവിടെ പോലും വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. പക്ഷെ അവിടെയാണ് AC മൊയ്തീനെ പോലുള്ള നേതാവ്, അതായത് ഈ കേസിൽ പ്രതിയായ ആരോപണ വിധേയനായിട്ടുള്ള AC മൊയ്തീൻ അവിടെ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയൊക്കെ ആരോപണമുണ്ടെങ്കിൽ പോലും ജയിച്ചു വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരമൊരു ഈ വിചാരണയിലേക്ക് പോകുമ്പോൾ, വിചാരണ നടപടികളുമായി കോടതി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇനി എങ്ങനെ പാർട്ടിക്ക് ഈ കേസിൽ നിന്നും തലയൂരാൻ കഴിയും, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ കേസിൽ CPM 68-ാം പ്രതി, പാർട്ടി 68-ാം പ്രതിയായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 128.82 കോടി രൂപയുടെ ആസ്തി ഇതിനകം ED കണ്ടുകെട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ 180 കോടി രൂപയാണ് ഇതിലൂടെ ഈ നേതാക്കൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CMR കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി റെയ്ഡുകളും ED പരിശോധനയും ഒക്കെ നടന്നു വരുന്നു. CPMന് തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ ED കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടും കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ കുറ്റപത്രം കോടതി, PMLA കോടതി അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുന്നു. ഈ പ്രഥമ ദൃഷ്ട്യാ CPM നേതാക്കൾ, അത് K രാധാകൃഷ്ണൻ, അതുപോലെ AC മൊയ്തീൻ,
MM വർഗീസ് തുടങ്ങിയവരൊക്കെ പ്രമുഖ നേതാക്കളൊക്കെ ഈ പ്രതിപട്ടികയിൽ വരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ CPM-ന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ഇത് പാർട്ടിയും CPM-ഉം ഇതിൽ 68-ാം പ്രതിയാണ്. അത്തരം ഒരു സാഹചര്യം CPM-ന് വാങ്ങിയിരിക്കുന്നത് ഭൂമിയടക്കം, അതായത് പാർട്ടി ഓഫീസ് പണിയാൻ വാങ്ങിയ ഭൂമിയടക്കം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള അസസ്മെന്റിൽ തന്നെയാണ്, വിലയിരുത്തലിൽ തന്നെയാണുള്ളത്. അത്തരം സാഹചര്യങ്ങളൊക്കെ CPM-ന് തിരിച്ചടിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ED-യുടെ ഇടപെടൽ ഈ അടുത്തുള്ള ഈ 2 കേസുകളിലും ED അടിയന്തരമായി ഇടപെടുന്നതും അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ കേസുമായി കരുവന്നൂർ ബാങ്ക് വ്യക്തമാണ്. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്നാണ് കോടതിയുടെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഉത്തരവ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.